കുറച്ചുകൂടി തുറക്കൂ. ആ, ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ലാറിംഗ് ബോക്സിന് തകരാറാണെന്നാണ് തോന്നുന്നത്. കുറച്ചു നാളത്തെ ചികിത്സ കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ കഴിയണം. ഒരു മാസത്തേക്ക് തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കണം. ശരി ഡോക്ടർ. മുടങ്ങരുത്. താങ്ക് യു ഡോക്ടർ. വരട്ടെ. ഓൾ റൈറ്റ്. മോൾ നാളെ മുതൽ തനിയെ പോയച്ചാ മതി. പോയിക്കോളൂ. ചെകുത്താൻ കയറിയ വീട്, ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ചിലക്കാത്ത. കുടിക്കൂ. പ്രഭയ്ക്കറിയാമല്ലോ, സാമാന്യം ഭംഗിയായി തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തെയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാൻ വന്നു. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്തെന്ന്. കെട്ടി. ആട്ടെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിനു മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ചു പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ചു പറഞ്ഞത്? പറയൂ. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്. എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇനി എനിക്ക് കേൾക്കാമല്ലോ. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിത്തെ എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ? ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്.
എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. ആ, നമുക്ക് ഇവിടെ ഇരിക്കാം. സിന്ധുമോളെ കണ്ടിട്ട് ഒരാഴ്ചയായി. നാളെ നമുക്കൊന്ന് പോകാം. നിനക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ? സാരമില്ല, ഞാൻ അവധി എടുക്കാം. ശരി, രാവിലെ തന്നെ നമുക്ക് പുറപ്പെടാം. ശരി. അയ്യോ, ദേ എന്റെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഹായ്. ഹണിമൂൺ ആഘോഷിക്കുന്നതായിരിക്കല്ലേ? എന്തോടെ പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. ആ, 5:30 മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയേച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ, ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആഹാ, അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ, എനിക്ക് വരുന്നുണ്ട് കലിയോ. ഹോസ്പിറ്റലിലെ നേഴ്സ് നോക്കി നിൽക്ക. എന്റെ കണ്ണിൽ ഉപയോഗിച്ച് എങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോട് തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. വരൂ. പൊന്നും കുടത്തിന് പൊട്ടു വേണ്ടെന്ന് പറഞ്ഞവന് ഒരു സൗന്ദര്യബോധവുമില്ല. എന്റെ പൊന്നും കുടത്തിന് ഒരു പൊട്ടുകൂടി വേണം. മതി മതി, ഒരു കിന്നാരം അകത്ത് ഫ്ലാസ്കിൽ കാത്തു വെച്ചിട്ടുണ്ട്. ഊണോ? ഊണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് വിളമ്പിത്തരാം, എന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഓ, ഇന്നേ മ്യൂസിക് പ്രാക്ടീസ് ഒന്നും വേണ്ട. ചുമക്കുള്ള മരുന്ന് സമയത്തിന് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി. മനസ്സിലായോ? ആയേ.